Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇവയൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സ്ക്രീനിൽ സംഭവിക്കുന്നത് റിയൽ ന്യൂസ്, റിയൽ റിയാക്ഷൻസ്. വാച്ച്, റിയാക്ട്, റിപ്പീറ്റ്. 2019 തൻ്റെ ആദ്യ ചിത്രമായ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ 2 കോടി ചെലവിൽ ചിത്രം ചെയ്ത് 50 കോടി വാരിയ സംവിധായകൻ. പ്രേമലു എന്ന ചിത്രത്തിലൂടെ 100 കോടി ക്ലബിൽ ഇടം നേടുകയും സൂപ്പർ ശരണ്യയിലൂടെ സൂപ്പർ ഹിറ്റ് അടിക്കുകയും അയാം കാതനിലൂടെ ബിലോ ആവറേജ് നേടിയ സംവിധായകൻ ഗിരീഷ് ഏടി തൻ്റെ 5ാമത്തെ ചിത്രമായ ബെത്ലഹേം കുടുംബ യൂണിറ്റുമായി വമ്പൻ വിജയത്തിന്. റൊമാൻറ്റിക് കോമഡി ചിത്രത്തിലൂടെ മുന്നേറിയ സർവമായ എന്ന ചിത്രത്തിലൂടെ കംബാക്ക് നടത്തിയ നിവിനും റൊമാൻറ്റിക് കോമഡി ജോണറിൽ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകൻ ഗിരീഷ് ഏടിയും ഒപ്പം മലയാളത്തിലും തമിഴിലും തിരക്കുള്ള എനർജറ്റിക് താരമായ മമിത ബൈജുവും ചേർന്ന് റോം കോം ജോണറിൽ ബെത്ലഹേം കുടുംബ യൂണിറ്റുമായി എത്തുമ്പോൾ ഇത്തവണത്തെ ഓണം സ്ക്രീനുകൾ കളറാക്കുകയും ചിരി ഉത്സവം തീർക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ്. ചിത്രം ഓണം റിലീസായി ഓഗസ്റ്റ് 21 വേൾഡ് വൈഡായി സ്ക്രീനുകളിലേക്ക്. കുട്ടിക്കാനം, ചാലക്കുടി, പൊള്ളാച്ചി, ഹൈദരാബാദ്, ഗോവ തുടങ്ങി ലൊക്കേഷനുകളിൽ 100-ൽ പരം ദിനങ്ങൾ കൊണ്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രം പാക്കപ്പ് ആയ വിവരം ചിത്രത്തിലെ താരങ്ങൾ അറിയിച്ചത്. ട്രെയിൻ ഇറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ ബാഗും തൂക്കി നടക്കുന്ന നിവിനും മമിതയും ഉള്ള പോസ്റ്ററാണ് റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ നിവിൻ പോളി പറഞ്ഞ കാര്യം കയ്യടി നേടുകയുണ്ടായി. എന്റെ ആദ്യ സിനിമ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഓഡീഷൻ സമയത്ത് കാലിന് സംഭവിച്ച അപകടത്തെ തുടർന്ന് സർജറി കഴിഞ്ഞ് 45 ദിവസത്തോളം ബെഡ് റെസ്റ്റിലായിരുന്നു. അന്ന് കുറേ TV കണ്ട് മടുത്തപ്പോൾ പതുക്കെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ആ സമയത്ത് വായിച്ച പുസ്തകമായ ദി ആൽക്കെമിസ്റ്റ് എന്നെ വളരെയധികം സ്വാധീനിച്ചു. അന്ന് ഓഡീഷന് പോകണോ, പോയാൽ അവസരം കിട്ടുമോ, സിനിമയിൽ പരിചയക്കാരില്ലാത്ത സ്ഥിതിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ സംശയം തോന്നിയ എനിക്ക് ധൈര്യം തന്നത് ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകമാണ്. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഓഡീഷനിൽ പങ്കെടുത്തു. അവിടെ വെച്ച് ആണ് വിനീത് ശ്രീനിവാസനെ കാണുന്നതും ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയതും. അവിടെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അവർ എന്നെ സെലക്ട് ചെയ്തു, സിനിമയിലെത്തി. വീട്ടിൽ ചെന്ന ശേഷം ഞാൻ ആലോചിച്ചു, സ്റ്റേജ് ഫിയറുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഓഡീഷന് പോകാൻ തീരുമാനമെടുത്തത്. ആൽക്കെമിസ്റ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലെ കഥാപാത്രം എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാതെ ഒരു യാത്ര പോകുകയും അവിടെ അയാളുടെ ജീവിതം മാറുകയുമാണ്. അന്ന് ഓഡീഷനിൽ പങ്കെടുത്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വരും, ഒരുപാട് സംശയങ്ങളും. ഞാൻ അതിൽ പങ്കെടുത്താൽ ആൾക്കാർ എന്നെ കളിയാക്കുമോ എന്നൊക്കെ. എന്നാൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മടിക്കാതെ പങ്കെടുക്കുക എന്നതാണ്. നിവിൻ എന്ന താരത്തിൻ്റെ വളർച്ചയും അതിനൊപ്പം പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരിടം നേടാനായതും തൻ്റെ മുൻകാല റൊമാൻറ്റിക് കോമഡി സിനിമയിലൂടെയാണ്. പ്രേമം മുതൽ സർവമായ വരെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ധാരാളം സൂപ്പർ ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ച നിവിൻ പോളി, മോളിവുഡിൻ്റെ പ്രിയ നടനും അനായാസ രീതിയിൽ തമാശ കൈകാര്യം ചെയ്യുന്ന ക്രൗഡ് പുള്ളർ കപ്പാസിറ്റിയുമുള്ള നിവിൻ്റെ സിനിമയുടെ 3 മിനിറ്റോളം ഡ്യൂറേഷനിലുള്ള ട്രെയിലർ റിലീസായി. ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് മുതൽ ഫീൽ ഗുഡ് ഫാമിലി ചിത്രമെന്ന പ്രതീക്ഷ നൽകിയ ചിത്രത്തിൻ്റെ ട്രെയിലറിൽ അങ്കമാലിയിലെ ചെറിയ റെസിഡൻഷ്യൽ ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന് അനുമാനിക്കാം. കാറ്ററിംഗ് കമ്പനിയും അല്പം ചുറ്റിക്കറങ്ങലുമൊക്കെയായി നടക്കുന്ന ജസ്റ്റിൻ എന്ന നിവിൻ, സിറ്റുവേഷൻസുമായി യോജിച്ചു പോകുന്ന തമാശ രംഗങ്ങളും ഇമോഷൻസുമെല്ലാം ചേർന്ന ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രം. സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നിവിൻ മാജിക്, നല്ല ഫൻ മൊമെന്റുകൾ, ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ മൊത്തത്തിൽ ഒരു നാടൻ ഗിരീഷ് പടം, ഗ്രാമീണത നിറഞ്ഞ കഥാഗതി, പ്രേക്ഷകരുടെ പൾസറിഞ്ഞ കിടിലൻ നർമ്മ മുഹൂർത്തങ്ങൾ. ഗിരീഷ് ഏടിയും നിവിനും ഒന്നിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തോ അത് കിട്ടുന്ന ട്രെയിലർ. ഫാമിലി ഓഡിയൻസിനെയും യങ്സ്റ്റേഴ്സിനെയും ഒരുപോലെ ആകർഷിക്കുന്ന ചിത്രം എന്ന് ട്രെയിലർ. ഒരു കംപ്ലീറ്റ് ഓണം പാക്കേജായി വരുന്ന ചിത്രത്തിൽ നിവിനും മമിതയും യഥാക്രമം ജസ്റ്റിൻ, ആഷ്ലി എന്നീ ക്യാരക്ടറുകളാകുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാവുന്ന കഥാപാത്രങ്ങളുമായി സാമ്യമുള്ളവരുമായി ഗ്രാമീണ പശ്ചാത്തലത്തിൽ രസകരമായ മൊമെന്റിലൂടെ കഥ പറയുന്നു. തൻ്റെ ആദ്യ സംവിധാന ചിത്രമായ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ 2 കോടി ബഡ്ജറ്റിൽ 50 കോടി നേടുകയും അടുത്ത ചിത്രമായ സൂപ്പർ ശരണ്യയിലൂടെ അപ്രോക്സിമേറ്റ് 3 കോടി മുതൽ മുടക്കിൽ
അപ്രോക്സിമേറ്റ് 23 കോടി നേടുകയും മൂന്നാമത്തെ ചിത്രമായ പ്രേമലുവിൽ അപ്രോക്സിമേറ്റ് 9 കോടി ബഡ്ജറ്റിൽ അപ്രോക്സിമേറ്റ് 130 കോടി നേടി 100 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും എന്നാൽ തൻ്റെ നാലാമത്തെ ചിത്രത്തിൽ അയാം കാതലൻ അതിൽ മാത്രം അപ്രോക്സിമേറ്റ് 5 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രത്തിന് ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് അടുത്തെത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ചിത്രമായ ബെത്ലഹേം കുടുംബ യൂണിറ്റുമായി എത്തുന്ന അവസരത്തിൽ ഗിരീഷ് ഏടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, എൻ്റെ കരിയറിലെ ആദ്യ ചിത്രമായി വരേണ്ടിയിരുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയിരുന്നു. അന്ന് അത് നടക്കാതിരുന്നതോടെ ഇപ്പോൾ സ്കൂൾ, കോളേജ്, IT, ഫാമിലി പാറ്റേണിൽ സിനിമകൾ സംഭവിച്ചത്. പല കാരണങ്ങൾ കൊണ്ടും എനിക്കേറെ സ്പെഷ്യലാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. എൻ്റെ മുൻപത്തെ സിനിമകളെ പോലെ ഫീൽ ഗുഡ്, ഹാപ്പി എൻഡിങ് സിനിമയാണ് ചിത്രം. വലിയ പ്രായവ്യത്യാസമുള്ള നായകനും നായികയും തമ്മിലുള്ള പ്രണയ കഥയാണ് ഇതിവൃത്തം. എൻ്റെ മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ച് റൂട്ടഡാണ്. ഞാൻ കണ്ടുവളർന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും അതിലെ ഡാർക്ക് സൈഡുകൾ ഒഴിവാക്കിയുള്ള ഒരു ഫിൽറ്റേഡ് വെർഷനാണ് ഈ ചിത്രമെന്ന് വിളിക്കാം. കഥ നടക്കുന്നത് അങ്കമാലി ഏരിയയിലുള്ള കത്തോലിക്ക പള്ളി പരിസരത്തെ കുടുംബ യൂണിറ്റുകളെ കേന്ദ്രീകരിച്ചാണ്. ഇവിടുത്തെ വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള മത്സരങ്ങളും വടംവലി, പൂക്കള മത്സരം, മാസാവസാനമുള്ള മീറ്റിങ്ങുകൾ ഒക്കെ സിനിമയുടെ പാർട്ടാകുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പടം കാണുന്നതെന്ന് മറ്റുള്ളവർ പറയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മമിതയെ സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിൻ്റെ സമയത്ത് തന്നെ ഈ റോളിലേക്ക് ഉറപ്പിച്ചിരുന്നു. കാരണം അവരുടെ നാടായ കോട്ടയത്തിൻ്റെ ശൈലിയും ചിത്രത്തിൻ്റെ പശ്ചാത്തല കഥാപാത്രവും തമ്മിൽ സാമ്യമുണ്ട്. നായകനായി ഫസ്റ്റ് ഓപ്ഷൻ നിവിനായിരുന്നു. അതിനു കാരണം ആലുവക്കാരനായ നിവിൻ്റെ കത്തോലിക്ക പശ്ചാത്തലം ഇതിലെ കഥാപാത്രത്തിന് അനുയോജ്യമാണ്. നിവിൻ ഇതിലെ റോൾ വളരെ അനായാസമായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച നിവിനെ ഇതിലൂടെ കാണാം. സിനിമയിലെ ഗാനമായ മാന്ത്രികം എന്ന് തുടങ്ങുന്ന വരികൾ MG ശ്രീകുമാറിൻ്റെ ശബ്ദത്തിൽ എത്തിയിരുന്നു. ധാരാളം നർമ്മ മുഹൂർത്തങ്ങൾ, പ്രണയ നിമിഷങ്ങൾ ഇവയൊക്കെയുള്ള ഒരു കളർഫുൾ എൻ്റർടൈനർ ആയിരിക്കും എന്ന് കുറച്ചാണെങ്കിലും പാട്ടിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സിനിമയിലെ മറ്റൊരു ഗാനമായ ഇല്ലേ ഇല്ല സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഗാനം രസകരമായി ഒരുക്കിയിരിക്കുന്നു. പാട്ട് നല്ല പോസിറ്റീവ് വൈബ് നൽകുന്നു എന്നും പാട്ട് കണ്ടപ്പോൾ തന്നെ സിനിമ കാണാൻ ആഗ്രഹം തോന്നുന്നു എന്നുമുള്ള കമൻറ്റുകൾ നിറയുന്നുണ്ട്. കപിലാണ് പാടിയിരിക്കുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക്. പ്രേമലു എന്ന ചിത്രത്തിലൂടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ സെൻസേഷനായി മാറിയ മമിത ബൈജു, തെന്നിന്ത്യയിലെ പ്രശസ്ത താരങ്ങളായ വിജയ്, സൂര്യ, ധനുഷ്, പ്രദീപ് രംഗനാഥ് തുടങ്ങിയവരുടെ നായികയും നായികാ പ്രാധാന്യമുള്ള റോളുകളും ചെയ്ത മമിത വീണ്ടും പ്രേമലു സിനിമയുടെ ടീമിനൊപ്പം ചേരുന്നു, ആഷ്ലി എന്ന ക്യാരക്ടറിന് വേണ്ടി. മമിത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, പ്രേമലു എന്ന ചിത്രത്തിനു ശേഷം 1 വർഷത്തോളം ചെന്നൈയിലും ഹൈദരാബാദിലുമായി തമിഴ് ചിത്രങ്ങളുടെ തിരക്കിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു ടെൻഷനും പേടിയുമില്ലാതെ നേരെ വന്നത് ഗിരീഷ് ഏട്ടൻ്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ സെറ്റിലായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണോ അത്രയും സേഫും കംഫർട്ടും ആയി ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റായിരുന്നു ചിത്രത്തിൻ്റേത്. സിനിമയിലും പുറത്തും നിവിൻ ചേട്ടൻ ഒരുപോലെയാണ്. അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുന്നത് വളരെയധികം കംഫർട്ടബിളാണ്. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ അഭിനയിക്കുക എന്നത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. 2022 സൂപ്പർ ശരണ്യയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് 19 വയസ്സായിരുന്നു. അന്നൊക്കെ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് സംവിധായകൻ പറഞ്ഞു തരുമായിരുന്നു. പോകെ പിന്നീട് അദ്ദേഹം എന്താണ് കഥാപാത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതോടെ കൂടുതൽ ശ്രദ്ധയോടെ അഭിനയിക്കാൻ കഴിഞ്ഞു. ഓണം റിലീസിൽ നിന്നും അയാം ഗെയിം പിന്മാറിയതോടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന് കൂടുതൽ സ്ക്രീനുകൾ ലഭിച്ചതടക്കം മറ്റ് പല നേട്ടങ്ങളുമുണ്ടായി. ഓണത്തിനുള്ള വലിയൊരു ക്ലാഷിൽ നിന്നും ഒഴിവാകാനും കഴിഞ്ഞു. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. തിരക്കഥ ഗിരീഷ് ഏടിയും കിരൺ ജോസിയും ചേർന്നൊരുക്കുന്നു. സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്യാം മോഹൻ, ബിന്ദു പണിക്കർ അടക്കം വൻ താരനിര അണിനിരക്കുന്നു. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് DOP അജ്മൽ സാബു, എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്, മ്യൂസിക് വിഷ്ണു വിജയ്, ആക്ഷൻ സന്തോഷ്. വ്യൂവേഴ്സ് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.